ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിത്യാസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുതിന ഇലയാണ്. 2 ഗ്ലാസ് ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പുതിന ഇല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ഏലക്കയാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ 2 ചെറുത് ഇട്ട് കൊടുക്കാം, വലിയതാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി. ഏലക്ക ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പച്ചമുളകാണ്. പച്ചമുളക് കൂടുതൽ ചേർക്കാൻ പാടില്ല. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് എരിവ് വരും. പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ്സിൽ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വേഗം പോയി ഇതിനെ പെട്ടെന്ന് അടിച്ചെടുത്ത് ജ്യൂസാക്കിയിട്ട് വരാം. നമ്മുടെ നാരങ്ങ വെള്ളം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പുതിനയുടെയും ഏലക്കായുടെയും ഒക്കെ ഒരു തരിതരിപ്പ് ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഇത് അരിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു കളറിലായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. ഈ ഒരു ചൂട് കാലത്ത് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. ബൈ. Oh